അഖിൽ എന്നാറിയുടെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. കേട്ടപ്പം വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഭവം ശരിയാണ്. CCTV ഫുട്ടേജ് വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവള് രാത്രി ഇറങ്ങി പോകുന്നതിന്. ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാണ്. രാത്രി ആയപ്പോഴത്തേക്ക് ഇവള് ബാഗും കെട്ടും കിടക്കി എടുത്ത് വേറെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ഞാൻ പുഞ്ചിരി ബസ്സിലെ സുനിലായിട്ട് ഇഷ്ടത്തിലാ. അടുത്തടുത്ത് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുക. എന്തായാലും ഒരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിച്ചു. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാനിതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ബി പ്രാക്ടിക്കൽ. നീ മോശമാണെന്നൊന്നും അല്ല. പോലീസുകാർ പലതവണയും ഇവരടുത്ത് ചോദിച്ചു, അഖിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ അമ്മയും അച്ഛനും ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ചോദിച്ചു, അഖിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ നിന്റെ പ്രശ്നം? പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതായിരുന്നു. ഇതിനാണ് പറയുന്നത് നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. റീൽസ് വഴി ജീവിതം സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് ഒരു ഫെയിമിലോട്ട് എത്തി, അത് പിന്നെ സിനിമയിലോട്ട് കയറി. ആ സിനിമ ഫ്ലോപ്പായി, അത് വേറെ കാര്യം. അതിന്റെ ഒരു വിഷമം ആ പയ്യന്റെ ലൈഫിലുണ്ട്. പക്ഷെ അതിനെയൊക്കെക്കാളും വലിയൊരു വിഷമാണ് ഈ നായിന്റെ മോളിപ്പ് കൊടുത്തിട്ട് പോയേക്കുന്നത്. ഇവള് പ്രേമിച്ചിറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന് ആളുകൾ പറയുന്നത്. 10-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് അവന്റെ ഫോട്ടോ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? ഇവർക്ക് പഠിക്കണമെന്ന് കണ്ട് പറഞ്ഞ സമയത്ത് പഠിക്കാൻ വിട്ടതാ. ആ പഠിക്കാൻ പോകുന്ന ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു ഇവൻ. നാട്ടുകാർക്ക് ഇവനെ പറ്റി നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇരട്ടപ്പേര്, പൂവാലൻ എന്നുള്ള ഇരട്ടപ്പേര് വീണത്. കാട്ടുകോഴി. സ്റ്റിൽ എനിക്ക് മനസ്സിലാവാത്ത എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ പോയെന്നുള്ളതാണ്. എന്ത് കണ്ടിട്ട്? ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അല്ലെങ്കിൽ പെൺപിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. ഇവള് കാണിച്ചത് പക്കാ തിരുത്തരം, പക്കാ ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഇവിടെ നാട്ടിൽ നിയമമുണ്ട്. ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി അത് പിരിഞ്ഞു മാറാനുള്ളതിന് ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയ ഇവളെയൊക്കെ ശരിക്കും മനുഷ്യരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും സുഹൃത്തുക്കളെ. മനസ്സിലായി. പെണ്ണ് ഒരുതരം മെച്യൂരിറ്റി ഇല്ലാത്ത ടൈപ്പാണെന്നാണ് പറയുന്നത്. എന്ത് മെച്യൂരിറ്റി ആണെങ്കിലും എന്ത് കോപ്പാണെങ്കിലും അവർക്ക് ഇറങ്ങി പോകുന്നതിന്, പാതിരാത്രി ഇറങ്ങി പോകുന്നതിന് ഒരു മെച്യൂരിറ്റി കുറവില്ലല്ലോ. സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. നിങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങി അന്തസ്സായിട്ട് പോകായിരുന്നു. അതൊന്നുമില്ല. എനിക്കൊന്ന് മൂത്തിരിക്കുകയായിരുന്നു. മുതുമൂത്തിരിക്കുകയായിരുന്നു. രാത്രി തന്നെ ചെന്ന് കേറണം. എന്നാലേ പറ്റത്തോളായിരിക്കും. വെച്ച് പിടിച്ച് ഇന്നോവയ്ക്കകത്ത് കയറി ആള് പോയി. ചേട്ടാ, ആ പെണ്ണ് ശരിയല്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.